അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന ഈ സലാത്തുകൾ നീ ഞങ്ങൾക്ക് സകല വിജയങ്ങൾക്കും കാരണമാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ ഒരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ മഹത്വമുള്ള സലാത്താണ്. അല്ലാഹു നമ്മളെ മനസ്സിലുള്ള ടെൻഷനും വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കിക്കളയുന്ന ഒരു സലാത്ത്. അതുപോലെ തന്നെ മനസ്സിന് നല്ല റാഹത്ത് നൽകുന്ന ഒരു സലാത്ത്. അതുപോലെ തന്നെയാണ് അല്ലാഹു ഐശ്വര്യങ്ങൾ ധാരാളം നൽകപ്പെടുന്ന ഒരു സലാത്തിനെയാണ്. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരുന്ന ഒരു മഹത്തായ ഒരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ഈ സലാത്തിന്റെ നേട്ടങ്ങൾ എത്രത്തോളം ഉണ്ട്, ഇത് ഏത് സലാത്താണ്, ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടിയുള്ളത്, ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനും ആ സലാത്തൊക്കെ ചൊല്ലാനും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബായ നബിയേ, ഞാൻ അങ്ങയുടെ മേൽ ധാരാളം സലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ധൈര്യമായി ചൊല്ലിക്കോ. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എത്രയാണ് നബിയെ ചെല്ലേണ്ടിയുള്ളത്? നിങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ചോദിക്കുകയാണ്, ഞാൻ എത്രയാണ് ചെല്ലേണ്ടിയുള്ളത്? അല്ലേ, ചില നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മളൊക്കെ ആഴ്ചയിൽ സലാത്ത് ചെല്ലുന്നവരുണ്ട്, മാസത്തിൽ ചെല്ലുന്നവരുണ്ട്, അത് ചെല്ലാതെ തന്നെ മുടങ്ങാൻ നടക്കുന്നവരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ എത്രത്തോളം സലാത്ത് ചെല്ലണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, എത്ര സലാത്താണ് ഞാൻ ചെല്ലേണ്ടിയുള്ളത് നബിയെ എന്ന് കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, കഅബേ, നീ എത്രയാണ് ഉദ്ദേശിച്ചത് അത്രയും നീ ചൊല്ലിക്കോ. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ദിവസത്തിന് 4 ഭാഗിച്ചിട്ട്, എന്റെ ഒരു ദിവസത്തിന് 4 ഭാഗിച്ചിട്ട് അതിൽ 4 ചൊല്ലിയാൽ മതിയോ യാ റസൂലല്ലാഹ്? നിങ്ങൾ ദിവസത്തിന് 4 ഭാഗിച്ചിട്ട് ഒരു 4 ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് എത്രയാണോ ചൊല്ലിക്കോ. നീ 4 അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്, നിനക്ക് ഖൈറാണ് കഅബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. റസൂലുള്ളാഹി, നീ എത്രയാണ് ഉദ്ദേശിച്ചത് അത്രയും ചൊല്ലിക്കോ. ഇനി 4 അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ ദിവസത്തിന്റെ പകുതി സമയം സലാത്ത് ചൊല്ലിക്കോട്ടെ യാ റസൂലല്ലാഹ്? സുബ്ഹാനല്ലാഹ്, നോക്കൂ, ദിവസത്തെ ഞാൻ 2 ഭാഗിച്ചു, പകുതി റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലാനും പകുതി കാര്യങ്ങളിലും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ എത്രയാണോ ഉദ്ദേശിച്ചത് അത്രയും നീ ചൊല്ലിക്കോ. അപ്പൊ ദിവസത്തിന്റെ പകുതിയേക്കാൾ അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ദിവസത്തെ 2 ഭാഗിച്ചിട്ട് പകുതി റസൂലേ അങ്ങക്ക് സലാത്ത് ചെല്ലാനും പകുതി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നീ എത്രയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി അധികരിപ്പിച്ചാൽ നിനക്ക് വളരെ നല്ലത്. കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, എത്രത്തോളം സലാത്ത് അധികരിപ്പിച്ചാലും അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ കഅബ് റളിയല്ലാഹു അൻഹു അവസാനം ചോദിക്കുകയാണ്, എന്റെ ദിവസത്തിന്റെ മുഴുവൻ സമയം, അതായത് നിർബന്ധ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയവും ഞാൻ സലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി വിനയിക്കട്ടെ യാ റസൂലല്ലാഹ്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നബിയെ, ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ദിവസം മൊത്തവും അങ്ങയുടെ മേൽ ഞാൻ സലാത്ത് ചെല്ലട്ടെയോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വേണ്ട എന്ന് പറഞ്ഞില്ല. നിന്റെ ടെൻഷൻ അല്ലാഹു മാറ്റുന്നതാണ്, നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അല്ലാഹു മാറ്റുന്നതാണ് കഅബേ. നിന്റെ വിഷമങ്ങളെല്ലാം മാറിപ്പോകും കഅബേ, നിന്റെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്, നിന്റെ പ്രയാസങ്ങൾ മാറുന്നതാണ്, നിന്റെ നൊമ്പരങ്ങൾ മാറുന്നതാണ്, നിന്റെ ദാരിദ്ര്യങ്ങൾ മാറുന്നതാണ്, നിന്റെ കഷ്ടപ്പാടുകൾ മാറുന്നതാണ്, നിന്റെ ബുദ്ധിമുട്ടുകളും നിന്റെ കടങ്ങളും നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രാരാബ്ധങ്ങളും തടസ്സങ്ങളും എല്ലാം
മാറും കഅബേ. അതുപോലെ തന്നെ നിന്റെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടും കഅബേ. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്ക് സഹോദരങ്ങളെ, എന്തൊരു ഹദീസാണ്. നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ വ്യാഴാഴ്ച ആകാൻ വേണ്ടിയിരിക്കേണ്ട വ്യാഴാഴ്ചയിലെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിന്റെ മഹത്വങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറയും. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോ. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഈ സലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവർ, വേദനകളുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത് ചൊല്ലിക്കോ. രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്, നല്ല ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടം നടക്കാത്തവരുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള ഈ സലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്ര മഹത്തായ ഒരു സലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സന്തോഷത്താൽ പുഞ്ചിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് മുഖം പ്രസന്നവദനായിരിക്കുന്നു. കവിൾത്തടങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതുപോലെ സന്തോഷിച്ച ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല നബിയേ. എന്താണ് നബിയേ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ഇവിടെ വന്ന് പോയതേ ഉള്ളൂ. ഒരാൾ എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അവന് എഴുതപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിക്ക് സന്തോഷം കണ്ട നമ്മൾ ഒരു സലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അല്ലാഹു എഴുതപ്പെടുന്നതാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നബി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഒരു സലാത്ത് ചെല്ലുന്നതോടെ 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുന്നതാണ്. പ്രതിഫലങ്ങൾ, നന്മകൾ, 10 നന്മകൾ എഴുതപ്പെടുന്നതാണ്. അത് മാത്രമല്ല 10 സ്ഥാനങ്ങൾ അല്ലാഹുവിന് രേഖപ്പെടുത്തുന്നതാണ്. അത് മാത്രമല്ല നിനക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മലക്ക് ദുആ ഇറക്കുന്നതാണ്. അപ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, ആ മലക്ക് ആരാണെന്ന് ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതിനുവേണ്ടി ഒരു പ്രത്യേകമായ മലക്കിനെ നിന്റെ പുനർജന്മം വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു നിയോഗിക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇതുവരെ അല്ലാഹുവിന്റെ റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളെ, സലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വം കണ്ടോ നിങ്ങൾ? അപ്പൊ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തുള്ള ഹാജിമാര് ഹജ്ജിന് പോകുന്ന മഹത്തായ മാസം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും അനുഗ്രഹങ്ങളും പുരോഗതിയും വന്നു ചേരാനും ധാരാളം അനുഗ്രഹങ്ങൾ വന്നു ചേരാനും കടങ്ങളൊക്കെ പെട്ടെന്ന് വീഴാനും പറ്റിയ നല്ലൊരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മഹത്തായ ഒരു സലാത്ത്. അപ്പൊ ഈ സലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها من جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات. അപ്പോൾ ഈ മഹത്തായ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരാവശ്യം മനസ്സിൽ കരുതി ഈ സലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആഗ്രഹമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആവശ്യം മനസ്സിൽ കരുതി ഈ സലാത്ത് ചൊല്ലി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാം, ആരെങ്കിലും ഒരാൾ ഈ സലാത്ത് ചൊല്ലിയാൽ എത്ര വലിയ പ്രയാസം നിറഞ്ഞ വിഷയങ്ങളാണെങ്കിലും എത്ര വലിയ മുസീബത്തുകൾ ഇറങ്ങിയ സമയമാണെങ്കിലും 1000 വട്ടം ആരെങ്കിലും ഈ സലാത്ത് ചൊല്ലിയാൽ അവന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, തടസ്സങ്ങളെല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ തരുന്ന നല്ലൊരു സലാത്ത് മുഅ്മിനീങ്ങളെ കാണാതെ പഠിച്ചു വെച്ചോളി. 1000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ഏത് മുസീബത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. മറ്റൊരു സംഭവം മഹാനായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
മഹത്തുക്കളെ ആലിമീങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നു. മഹത്തുക്കളെ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഇമാം ഫാത്തിഹ റഹ്മഹുല്ലാഹി തൊട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഒരു ദിവസം കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം കടൽക്ഷോഭം സംഭവിച്ചു. ശക്തമായ കാറ്റടിച്ച് വീശി. ഞങ്ങൾ രക്ഷപ്പെടുമോ എന്ന വിഷയത്തിൽ വല്ലാത്ത സംശയമായി. എല്ലാവരും മരിക്കുമെന്ന അവസ്ഥയിലെത്തി. ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി, ഒച്ച വയ്ക്കാൻ തുടങ്ങിയ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. തങ്ങൾ എന്നോട് പറഞ്ഞു, സലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സലാത്ത് എന്നാണ് അർത്ഥം. ഈ സലാത്തിന്റെ പേരാണ് സലാത്തുൽ മുൻജിയ. അപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ സലാത്തിന്റെ പേര് എന്താണ്? സലാത്തുൽ മുൻജിയ. സലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സലാത്ത് എന്നാണ് അർത്ഥം. മഹാന്മാര് പറയുന്ന പകർച്ചവ്യാധികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സലാത്ത് ചൊല്ലിയാൽ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഈ സലാത്ത് 500 വട്ടം ആരെങ്കിലും ചൊല്ലിയാലോ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പല ആലിമീങ്ങളും ഇത് ചൊല്ലുകയും പലരും ഈ സലാത്ത് ചൊല്ലുകയും വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ മഹത്തായ സലാത്ത് നിങ്ങളെല്ലാവരും മഹത്തായ സലാത്ത് ചൊല്ലണം, കാണാതെ പഠിക്കുകയും ചൊല്ലുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ വിഷമമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് രക്ഷപ്പെടുത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നടത്തി തരുകയും ചെയ്യും. അത്ര മഹത്തായ ഒരു സലാത്താണ് സലാത്തുൽ മുൻജിയ. ഇതിന്റെ മഹത്വങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ തട്ടി നീക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. ജോലിയില്ലാത്ത ഞങ്ങൾക്ക് ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഈ ഭൂമിയിൽ നിന്നെല്ലാം നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നീ എടുക്കല്ലേ റബ്ബേ, നീ വലിച്ചു കളയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും മാതാപിതാക്കളും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനുമെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. സകല രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ സകല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.